ഇന്ന് നമ്മൾ വന്നത് നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതായത് നമ്മളിപ്പോൾ മൊബൈലിൽ പ്രോ മോഡ് വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ DSLR ക്യാമറയിൽ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറയിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫോട്ടോഗ്രാഫി ബേസിക് പാർട്ട് 1. നമ്മൾ പാർട്ട് ഒരു 2-3 പാർട്ടായിട്ടായിരിക്കും ഇത് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഷട്ടർ സ്പീഡ്, ISO, പിന്നെന്താ അപ്പേച്ചർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലെൻസും സെൻസറും ചേർന്നതാണ് ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു മിറർലെസ് ക്യാമറയിലോ അല്ലെങ്കിൽ നമ്മുടെ DSLR ക്യാമറയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലെൻസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ കഴിയും. നമുക്ക് ആദ്യം കിട്ടുന്നത് കിറ്റ് ലെൻസ് ആയിരിക്കും. എന്നാൽ നമുക്ക് പ്രൈം ലെൻസോ അങ്ങനത്തെ സൂം ലെൻസോ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കാനാണെങ്കിൽ നമുക്ക് ഒരു പ്രൈം ലെൻസ് ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ നമ്മളൊരു കുറച്ച് സൂം ചെയ്തൊക്കെ കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ കുറേ ദൂരത്തുള്ള സംഭവങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് സൂം ലെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതിനനുസരിച്ച് നമുക്ക് ക്യാമറയിൽ ലെൻസ് മാറ്റി വെക്കാൻ കഴിയും. എന്നാൽ മൊബൈൽ ക്യാമറയിൽ അത് പറ്റില്ല. മൊബൈലിൽ നമുക്ക് എക്സ്ട്രാ ലെൻസൊക്കെ ആഡ് ചെയ്യാം, മൈക്രോ ലെൻസ്, അതേപോലെ തന്നെ വൈഡ് ആംഗിൾ ലെൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ ലെൻസ് മാറ്റി വേറെ ലെൻസ് വെക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന് അനുസരിച്ചുള്ളൊരു എന്തൊരു പെർഫെക്ഷൻ അതിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ മൊബൈലിൽ 2-3 ക്യാമറകൾ യൂസ് ചെയ്യുന്നത്. കുറേ പേര് പറയുന്നുണ്ട് ഈ ക്യാമറയിൽ കുറേ ക്യാമറകൾ മൊബൈലിൽ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി കൂടാനാണ്. അത് കുറേ ക്യാമറകൾ യൂസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ക്വാളിറ്റി ഒന്നും കൂടില്ല എന്ന് പറഞ്ഞ് കുറേ പേര് വരുന്നത് കാണാനുണ്ട്. ഈ ക്വാളിറ്റി കൂടുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ അത് ക്വാളിറ്റി കൂടാനല്ല ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മൾ DSLRൽ ചെയ്യുന്ന പോലെ തന്നെ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനാണ്. ചില ക്യാമറകൾ കൂടുതലായിട്ടും ഒരു ഡെപ്ത് സെൻസറായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ക്യാമറ യൂസ് ചെയ്യുന്നത് പല മൊബൈലുകളിലും. മൂന്നാമതൊരു ക്യാമറ ഉണ്ടെങ്കിൽ അത് വൈഡ് ആംഗിൾ ആയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അങ്ങനെ വൈഡ് ആംഗിൾ ആയിട്ടുള്ള കുറച്ച് നല്ല വ്യൂ കിട്ടുന്ന ഫോട്ടോകൾക്കായിട്ടും വൈഡ് ആംഗിൾ ലെൻസൊക്കെയായിട്ടും മൂന്നാമത്തെ ക്യാമറ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ ക്യാമറകൾ യൂസ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എക്സ്പോഷറായിട്ട് ബന്ധപ്പെട്ടത്. അതായത് നമ്മുടെ ഫോട്ടോയുടെ വെളിച്ചമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാം. അത് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO. ഇത് 3 രീതിയിലാണ് നമ്മളെ ഫോട്ടോയുടെയും വീഡിയോൻ്റെ ഒക്കെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഫോട്ടോയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഷട്ടർ സ്പീഡാണ് നോക്കാനുള്ളത്. ഷട്ടർ സ്പീഡ് നമ്മൾ ഒന്ന് തന്നെ വെക്കും. ഷട്ടർ സ്പീഡ് നമ്മൾ മാറ്റും. എന്നാൽ അപ്പർച്ചറും ISOയും നമ്മൾ ഒരേപോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പിക്ചേഴ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡായിട്ടും ലോ ആയിട്ട് 1/50 ഒക്കെ എടുത്തൊരു ഫോട്ടോ ആണ്. എൻ്റെ കൈ ഇങ്ങനെ അനങ്ങുന്നത് കാണാം. ഞാൻ കൈ നല്ല സ്പീഡിൽ അനക്കിയിട്ടാണ് എടുത്തത്. ഇതിൽ കാണുന്നത് എന്താ വെച്ചാൽ വെളിച്ചമുണ്ട്, അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. പക്ഷെ കൈ ആകെ ബ്ലറായിട്ടാണ്. എന്നാൽ കുറച്ചുകൂടി ഞാൻ ഏകദേശം ഒരു 1/100 ഏതായാലും അങ്ങനെ ഒരു റേഞ്ചിലാണ് ഞാൻ ആ ഫോട്ടോ എടുത്തത്. കുറച്ചൊക്കെ ഒന്ന് ലൈറ്റ് കുറഞ്ഞു, എന്നാൽ കുറച്ച് അധികം ബ്ലറില്ല എന്ന് തോന്നുന്നില്ല. മറ്റേ ഫോട്ടോസിൻ്റെ അത്ര ബ്ലറില്ല. അത് നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ കാണുന്നത് 1/500 എടുത്തൊരു ഫോട്ടോ ആണ് ഷട്ടർ സ്പീഡ് ഇട്ട്. അത് നമുക്ക് കൈ ബ്ലറായിട്ടില്ല, ലൈറ്റ് വളരെ കുറവാണ്. ഇതാണ് നമ്മളെ ഷട്ടർ സ്പീഡ് കൊണ്ടുള്ള ഉപകാരം. നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരു കാർ റേസിങ്ങോ ബൈക്ക് റേസിങ്ങോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആ സമയത്ത് ഷട്ടർ സ്പീഡ് വളരെ ഹൈ ആയിട്ട് നമ്മൾ എടുക്കണം. ഒരു 1/200 300 500 ഒക്കെ എടുക്കേണ്ടി വരും. ഏതായാലും മൊബൈൽ നമുക്ക് പ്രോ മോഡിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് അപ്പേച്ചറാണ്. അപ്പോൾ അപ്പേച്ചർ എന്ന് പറയുമ്പോൾ കൂടുതലും സംശയം വരുന്ന ഭയങ്കര കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു സംഭവമാണ് അപ്പേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പേച്ചർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പേച്ചറിൻ്റെ നമ്പർ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ അപ്പേച്ചറിൻ്റെ ഒരു ഇത് കാണാം. ഒരു ക്യാമറയുടെ ലെൻസിനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു സംഭവം. ആ സാധനം വലുതായി ഇങ്ങനെ വരും. അപ്പേച്ചർ നമ്പർ കുറയുന്നതിനനുസരിച്ച് ആ സംഭവം വലുതായിട്ട് വരും. നമ്പർ കൂടുന്നതിനനുസരിച്ച് അത് ചെറുതായിട്ട് വരും. അപ്പോൾ അത് ചെറുതായി വരുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് ലൈറ്റ് അതിലൂടെ പോയുള്ളൂ. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് കുറയും. പിന്നെ വലുതാകുന്ന സമയത്താണെങ്കിൽ കൂടുതൽ ലൈറ്റ് അതിലേക്ക് വരും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ലതായിട്ട് ബ്ലറായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടാവും കുറച്ച് അപ്പേച്ചർ ഏറ്റവും കുറച്ച് എടുത്ത ഫോട്ടോ ആണിത്. ഇതിൽ നല്ല ലൈറ്റ് ഉണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ലതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ അപ്പേച്ചർ ഏകദേശം ഒരു 20 ഇട്ട് എടുത്താണ്. ലൈറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണെങ്കിൽ 30 അപ്പേച്ചർ 30 ലൈറ്റ് വളരെ കുറഞ്ഞു, ഒന്നും കാണാൻ കഴിയില്ല എന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കുറച്ചൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇതാണ് അപ്പേച്ചറിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്താണെങ്കിൽ അപ്പേച്ചർ വാല്യൂ നമ്മൾ കൂട്ടി തന്നെ ഇടണം. അതായത് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഷാർപ്പായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ പാടില്ല. അപ്പേച്ചർ നമ്മൾ നമ്പർ കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഭാഗത്തേക്ക് മാത്രമേ ആ ഫോക്കസിങ്
കറക്റ്റായിട്ട് ഷാർപ്പായിട്ടുള്ള ഇത് കിട്ടുള്ളൂ. ബാക്കി ഭാഗമൊക്കെ ബ്ലറായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഷാർപ്പായിട്ട് കിട്ടാനൊക്കെ കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അപ്പച്ചർ വാല്യൂ കുറച്ചൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക, നമ്പർ കുറച്ച് കൂട്ടി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ISO ആണ്. ISOയിൽ നമുക്ക് അധികം പറയാനൊന്നുമില്ല. സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് നമുക്ക് ISO എന്ന് പറയുന്നത്. ISO നിങ്ങൾ കൂടുന്നതിനനുസരിച്ച് വെളിച്ചം കൂടും. നമുക്കിപ്പോൾ ഏറ്റവും ഡാർക്കായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് ISO ആവശ്യം വരും. പക്ഷേ ISO കൂട്ടിയാലുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ കൂട്ടിയാൽ നോയ്സ് നമ്മളെ ഫോട്ടോയിൽ വരും. ഫോട്ടോയിൽ കുറച്ച് ഗ്രെയിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കാണാം. പക്ഷേ അത് പ്രശ്നമല്ല, കുറച്ചൊന്ന് കൂട്ടുന്നതിന് പ്രശ്നമല്ല. നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ISO കുറച്ചിട്ട് ഒരു ഡാർക്കായിട്ടുള്ള ഒരു എന്തോ ഒരു സുഖമില്ലാത്തൊരു ഇമേജ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ISO കൂട്ടാൻ നോയ്സ് നിങ്ങൾ പേടിക്കാൻ ആവശ്യമില്ല. ഡാർക്കായിട്ടുള്ള ഒരു ഇമേജ് വളരെ മോശമായിട്ടുള്ള ഇമേജിനെ കാട്ടി നല്ല കുറച്ചൊക്കെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയിൽ നോയ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ. ISO കൂട്ടി നോയ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ലൈറ്റ് റൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാർഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയാലേ കാണാം. ആ ലൈറ്റ് റൂം ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ച് അടിയിൽ ഇങ്ങനെ കാണാൻ കുറേ ഓപ്ഷൻസ്. അതിൽ ഷാർപ്പ്നെസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ നോയ്സ് റിഡക്ഷൻ കുറച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഉണ്ട്, അതും കൂടെ കൂട്ടി കൊടുത്താൽ നിങ്ങളുടെ ഫോട്ടോയിൽ പരമാവധി നോയ്സ് അത് പോയി കിട്ടും. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോയിൽ ഇതാണ് പറയാനുള്ളത്. ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2ഉം ചിലപ്പോൾ 3ഉം നമ്മൾ അപ്ലോഡ് ചെയ്യും. കുറച്ച് വീഡിയോയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, വീഡിയോൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത പാർട്ടൊക്കെ വരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഈ വീഡിയോക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലാതെ കുറച്ച് പേര് കണ്ടിട്ട് നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. ഈ വീഡിയോക്ക് ഒരു 1000 വ്യൂസ് എങ്കിലും, ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് 1000 വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമായിരുന്നു. 1000-2000 വ്യൂസ് പെട്ടെന്ന് നമുക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് കുറേ ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് വ്യൂസ് വളരെ കുറവാണ്, 1000ൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഒരു 1000 വ്യൂസ് എങ്കിലും ഈ വീഡിയോക്ക് ആക്കാൻ ശ്രമിക്കാം. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പാർട്ട് 2 ഒക്കെ ഇടും, അല്ലെങ്കിൽ നമ്മൾ ഇടാൻ ശ്രമിക്കും. അങ്ങനെ കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പാട്ടുകൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാട്ടുകളും അടുത്ത വീഡിയോകളൊക്കെ മിസ് ചെയ്യാതെക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.